ഫെലിക്സ് നമുക്കൊപ്പം പുതിയ വിവരങ്ങളോ. ഫെലിക്സ്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ജയിൽ വകുപ്പിന്റെ വീഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള മാർച്ചാണ്. ജയിൽ കവാടത്തിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഈ ജയിലിന്റെ മതില് മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി. പോലീസ് അതൊക്കെ തന്നെ തടയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഗോവിന്ദചാമി എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. അതായത് എങ്ങനെയാണ് താൻ ജയിലിന്റെ പൊളിച്ച് സെല്ലിന്റെ പൂട്ട് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്, ഒപ്പം തന്നെ മതിൽ ചാടിയത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗോവിന്ദചാമി പോലീസിനോട് ജയിലിനകത്ത് തെളിവെടുപ്പിൽ വിശദീകരിക്കുകയാണ്. ആ സമയത്താണ് പുറത്ത് BJPയുടെ പ്രതിഷേധം. ഈ ജയിൽ വകുപ്പിന്റെ വീഴ്ച, അത് അതിശക്തമായ വീഴ്ച ഉണ്ടായി എന്നതാണ് ജയിൽ വകുപ്പ് ആരോപിക്കുന്നത്. ആ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ, നേരത്തെ കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ BJPയുടെ മാർച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത്. വൻ പോലീസ് സന്നാഹം തന്നെ ജയിലിന് പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ജയിലിനുള്ളിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ ഇവയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് അരമണിക്കൂർ മുമ്പാണ് എത്തിച്ചത്. ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പുകളാണ് നടത്തുന്നത്. ഏറ്റവും പ്രധാനം, എങ്ങനെയാണ് ഈ സെല്ലിലെ കമ്പി വളച്ച് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്, അതിന് നടത്തിയ ആസൂത്രണം എന്തൊക്കെ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഒന്നാമത്തെ മതിൽ 10-ാം ബ്ലോക്കിന് ചുറ്റുമുള്ള ആദ്യ മതിൽ ചാടിക്കടന്നത്, രണ്ടാമത്തെ ഏറ്റവും പുറത്തെ വലിയ മതിൽ എങ്ങനെ ചാടിക്കടന്നു, അതിന് തുണി എവിടെ നിന്ന് കിട്ടി, അതെങ്ങനെ ഉപയോഗിച്ചു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോവിന്ദചാമി പോലീസിനോട് വിശദീകരിക്കുകയാണ്. ഏറെ മണിക്കൂറുകൾ നേരം ആദ്യം ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കാര്യങ്ങളും ഗോവിന്ദചാമി പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. അതായത് ആകെ ഒരു കൈയേ ഉള്ളൂ, അതുകൊണ്ട് തുണി ഉപയോഗിച്ച് ഒരു കൈ തുണിയിൽ പിടിച്ചു, അതിനുശേഷം ഉപയോഗിച്ച് തുണി കടിച്ചു പിടിച്ചു, പിന്നീട് കൈ ഉപയോഗിച്ച് വീണ്ടും മുകളിലേക്ക് കയറി. അങ്ങനെയാണ് ഈ തുണി ഉപയോഗിച്ച് മുകളിലേക്ക് ഗോവിന്ദചാമി കയറിയത്. അതിനുശേഷം തുണി പുറത്തേക്കിട്ടു, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇതാണിപ്പോൾ ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന നടത്തുന്നത്. ഒന്ന്, ഉദ്യോഗസ്ഥരുടെ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശ ലഭിച്ചിട്ടുണ്ടോ, മറ്റ് സഹതടവുകാരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അത് കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫെലിക്സ്, ഇപ്പോൾ പല കാര്യങ്ങളും ഗോവിന്ദചാമി പറയുന്നുണ്ട്, പലതും വിശ്വസിക്കാനാകുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്ന് തന്നെയായാലും ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു, എന്താണ് ഉദ്യോഗസ്ഥർക്കിടയിൽ അന്ന് സംഭവിച്ചത്, പലരും ഉറങ്ങിപ്പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് വീഴ്ച സംഭവിച്ചത്, അതിന് പിന്നാലെ എന്തെല്ലാം നടപടിയുണ്ട്, ഈ കാര്യത്തിലൊക്കെ ഏത് വിധത്തിലാണ് ഇപ്പോൾ നടപടികളൊക്കെ പുരോഗമിക്കുന്നത്? ഫെലിക്സ്, ആരെല്ലാം ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ആ ജയിലിൽ ഇപ്പോഴുണ്ട്? കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം. കണ്ണൂർ ACPയും ഒപ്പം തന്നെ കണ്ണൂർ ടൗൺ SIയുമാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലുള്ളത്. ഈ വീഴ്ചയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഗുരുതര വീഴ്ചയാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ കൊടും കുറ്റവാളികൾ പാർക്കുന്ന ഒരു ജയിലിൽ, അതും 10-ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ സെല്ലുകളാണ്. ആ സെല്ലിൽ നിന്നും ഒരാളെങ്ങനെ, അതും ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെന്നത്, അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികഘട്ട നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്, സസ്പെൻഷൻ അടക്കം. ഇനിയിപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജയിൽ വകുപ്പ് എത്തുകയാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇനി ഗോവിന്ദചാമിയെ പാർപ്പിക്കുക അത് സുരക്ഷിതമല്ല, മാത്രമല്ല അത് സർക്കാരിന് മുഖം രക്ഷിക്കാനൊരു നീക്കം കൂടിയായി ഈ ജയിൽ മാറ്റത്തെ കാണേണ്ടി വരും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂരിലേക്കായിരിക്കും മാറ്റുക. വിയ്യൂരും അതീവ സുരക്ഷാ ജയിലാണ്. അപ്പോൾ അവിടേക്ക് മാറ്റാനൊരു നീക്കമാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഫെലിക്സ് ഉള്ളത്. അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി കൂടി ഉണ്ടല്ലോ. കണ്ണൂർ ജയിലിൽ പലവിധ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നത് കേരളത്തിനാകെ അറിയുന്ന കാര്യമാണ്. ദീർഘകാലമായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ജയിൽ ഉപദേശക സമിതിയുണ്ട്, രാഷ്ട്രീയ നോമിനികൾ ആ ഉപദേശക സമിതികളിലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപദേശക സമിതി പുറത്തെ ഒരു സംവിധാനമാണ് എന്ന് പറയും. അതേസമയം തന്നെ സാധാരണയിൽ അവിടെ രാഷ്ട്രീയ തടവുകാരുടെ ഉൾപ്പെടെ കാര്യത്തിൽ പ്രത്യേകമായി പരിഗണന ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഗോവിന്ദചാമി ജയിൽ ചാടിപ്പോയത് ആ ജയിലിലെ മൊത്തം സംവിധാനത്തിന്റെ ആകെ വീഴ്ചയായി തന്നെയാണ് നമുക്ക് കാണേണ്ടി വരിക. ഇപ്പോൾ ഈ തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടോ ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി എടുക്കുന്നുണ്ടോ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ?
തീർച്ചയായിട്ടും ജയിലിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രിയിൽ അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് കൂടുതലായി രേഖപ്പെടുത്തുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് അവർക്ക് സംഭവിച്ച വീഴ്ച തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു നടപടി, അതായത് സസ്പെൻഷൻ എന്ന നടപടിക്കപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ തെളിവെടുപ്പാണ് നടക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ തെളിവെടുപ്പ് പൂർത്തിയാക്കും. പൂർത്തിയാക്കിയ ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഗോവിന്ദചാമിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ശേഷം അത് ഓൺലൈനായിട്ടാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അങ്ങനെ ഓൺലൈനായി ഹാജരാക്കുകയാണെങ്കിൽ അതിനുശേഷം ആയിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ജയിൽ മാറ്റം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക എന്നത് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇനിയുള്ള നടപടികൾ എന്ന കാര്യത്തിലും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. സാറേ, ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? കോടതിയിലേക്കാണോ ഇയാളെ പിന്നെ എങ്ങനെ ഇത് നടത്തി എന്നുള്ള കാര്യം തുറന്ന് സംഭവിച്ചു? ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല, പ്ലീസ് പ്ലീസ് പ്ലീസ്.